RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ഒരു കിടിലൻ മത്സരത്തെ കുറിച്ചാണ്. ബയൺ മ്യൂണിക് വിസസ് PSG ഹോം ഗ്രൗണ്ട് വെച്ച് നടക്കുന്ന മത്സരമാണ്. എനിക്ക് ശരിക്കും ഈ സീസണിൽ രണ്ടുപേരും ഫൈനലിൽ കളിക്കുന്ന ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ടീമുകളാണ് PSG വിസസ് ബയൺ മ്യൂണിക് മത്സരം. കഴിഞ്ഞ സീസണിൽ PSG വിസസ് ബാഴ്സലോണ ആയിരുന്നെങ്കിൽ ഈ സീസണിൽ PSG വിസസ് ബയൺ മ്യൂണിക്കാണ് എനിക്ക് ഫൈനലിൽ കാണും. പക്ഷേ നിർഭാഗ്യവശാല് അവർ സെമി ഫൈനലിൽ തന്നെ ഏറ്റുമുട്ടേണ്ടി വന്നിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ടീമാണ് ഫൈനലിൽ കയറുക. ഇത് ആരാണോ ഫൈനലിൽ കയറുന്നത് അവർ തന്നെ ആയിരിക്കും ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് തൂക്കുക. അത് ബയൺ ആണെങ്കിലും PSG ആണെങ്കിലും. അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് ലീഗ് റൗണ്ട് മത്സരങ്ങളൊക്കെ അവസാനിച്ചപ്പോൾ PSG കാര്യം നോക്കുകയാണെങ്കിൽ 12-13 സ്ഥാനത്താണ് കിടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ അവർ 16 സ്ഥാനത്ത് കിടന്നിട്ടാണ് അവർ വന്ന് കപ്പടിച്ചത്. ഈ ലീഗ് അവസാനം കഴിയാനായിക്കൊണ്ടിരിക്കുന്നതോറും സെമി ഫൈനലും ഫൈനലൊക്കെ എത്തുന്നതോറും PSG കഴിഞ്ഞ സീസണിൽ കിട്ടിയ പോലെ തന്നെ ഈ സീസണിൽ ഇപ്പോൾ അവർ ഒരുപാട് ഗോളുകളൊക്കെ വഴങ്ങിയിട്ടാണ് ഇപ്പോൾ ഈ എത്തിയിരിക്കുന്നത്. പക്ഷേ അവസാനം കണ്ടില്ലേ, ചെൽസിയെ തറപ്പരിശാക്കിയിട്ട് അതിനുശേഷം ലിവർപൂളായിട്ട് സെമി ഫൈനലിൽ 4 ഗോളിന്റെ അഗ്രിഗേറ്റിൽ 4 ഗോളിന്റെ 4-0 വിജയിച്ചിട്ടാണ് അവർ വന്നത്. ബയൺ മ്യൂണിക്കിന്റെ കാര്യം അങ്ങനെയല്ല. ബയൺ മ്യൂണിക്ക് അറ്റ്ലാന്റയെ 10 ഗോളിന് മുകളിൽ തോൽപ്പിച്ചിട്ട് അവര് വന്നത് റയൽ മാഡ്രിഡ് ആയിട്ട് കടുത്ത പോരാട്ടമുണ്ട്. ഫസ്റ്റ് ലെഗിൽ, സെക്കൻഡ് ലെഗിൽ അലയൻസ് അരീനയിലായിരുന്നു നടന്ന മത്സരത്തിൽ 4-6 വിജയിച്ചവര്. റയൽ മാഡ്രിഡിന് മുന്നിൽ അവര് ഒന്ന് പതറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആ ഒരു സെക്കൻഡ് ലെഗ് അലയൻസ് അരീനയിൽ ഹോം ഗ്രൗണ്ട് വെച്ചിട്ട് അവരതെല്ലാം തിരിച്ചു കുറിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും സ്റ്റാർട്ടിങ്ങിൽ നോക്കുകയാണെങ്കിൽ PSG അറ്റാക്കിങ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അവിടെ ബയൺ മ്യൂണിക്കിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ബയൺ മ്യൂണിക്കിൽ ഹാരി കെയ്ന്, അതേപോലെ തന്നെ ഓസിലി, അതേപോലെ തന്നെ നമ്മുടെ ലൂയിസ് ഡിയാസ്. ഈ ചങ്ങായിന് എന്തുകൊണ്ടാണ് ലിവർപൂൾ കൊടുത്തതെന്ന് എനിക്കൊരു പിടി കിട്ടില്ല. ആ ലൂയിസ് ഡിയാസ് പോയതിനു ശേഷം ഇത്രമാത്രം മോശമായത് അവന്റെ ആ വിങ്. അവന് പകരമായിട്ട് കൊണ്ടുവന്ന ഒരുപിടി താരങ്ങൾ ഒന്നും ആ ഒരു ഹൈപ്പിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. ഇവിടെ ആണെങ്കിൽ ഗോൾ അടിച്ചു കൂട്ടാണ്. ഈ സീസണിൽ 113 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. അവർക്ക് ഇനിയും 3 മത്സരങ്ങൾ ബാക്കിയാണ്. ബയൺ മ്യൂണിക്കിന്റെ അവസാന മത്സരം നോക്കിക്കഴിഞ്ഞാൽ ലീഗിൽ 3-0 അവര് ഫസ്റ്റ് ഹാഫില് തോറ്റു നിൽക്കുകയാണ്. ഏതെങ്കിലും ആൾക്കാർ വിചാരിക്കോ ഇത് 4-3 കംബാക്ക് അടിച്ച് വിജയിച്ചെന്ന്? അതെ, കളി 90 മിനിറ്റ് എക്സ്ട്രാ ടൈം കഴിഞ്ഞ് വിസിലടിച്ചപ്പോ 4-3 ബയൺ മ്യൂണിക്ക് വിജയിക്കുന്നത്. 3-0 ഒരു ടീം ഫസ്റ്റ് ഹാഫിൽ തോറ്റു നിൽക്കുന്ന ടീം 4 ഗോൾ അടിച്ച് തിരിച്ചു വരികയാണ്. അതേപോലെ ലീഗിൽ ഒരുപാട് മത്സരങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ ഇഷ്ടംപോലെ ഗോൾ അടിച്ച് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ആഴ്സണലായിട്ടാണ് ആകെ ഒരു തോൽവി വഴങ്ങിയത് ഫസ്റ്റ് റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ. പക്ഷെ PSG ഫസ്റ്റ് കുറെ മോശം പ്രകടനങ്ങൾ സ്പോർട്ടിംഗ് CP വരെ കൂടെ പരാജയപ്പെട്ടിരുന്നത്. പക്ഷെ അവർ അവസാനമായപ്പോൾ ചെൽസി അങ്ങോട്ട് മലർത്തി അടിച്ചിട്ടാണ് പ്രീ ക്വാർട്ടറിൽ. അതിനുശേഷം ലിവർപൂളിനെ 4-0 അതാണ് പറഞ്ഞാൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ ചെൽസി 2 ഗോൾ വഴങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഇവർ രണ്ടുപേരും മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിലും ഗംഭീരമാണ്. ഇവിടെ വിറ്റീനിയും അതേപോലെ തന്നെ നവാസും ഒക്കെ ഭരിക്കുന്ന ആ ഒരു PSG ആ ഒരു മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ, അതേപോലെ നമ്മുടെ ബയൺ മ്യൂണിക്കിന്റെ നോക്കിക്കഴിഞ്ഞാൽ കിംച്ചിയും അതേപോലെ തന്നെ നമ്മുടെ മൂസിയാലിയൊക്കെ ഭരിക്കുന്ന ആ ഒരു മിഡ്ഫീൽഡ്. രണ്ടുപേരും മിഡ്ഫീൽഡിന്റെ കാര്യം ഒക്കെയാണ്. പക്ഷേ ഡിഫൻസിലേക്ക് വരുമ്പോൾ 2 ടീമുകളും വ്യത്യാസം എന്താണെന്ന് തോന്നുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ PSG ഒരുപാട് ഗോളുകൾ വഴങ്ങിയിട്ട് ലെഗ് മത്സരങ്ങളിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് റൗണ്ടിലും അതായത് റൗണ്ട് ഓഫ് 16 വഴങ്ങിയിട്ട് ഗോൾ. പക്ഷെ അവർ സെമി ഫൈനലും ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലൊക്കെ അടുത്തതോട് കൂടിയിട്ട് അവർ ഗോള് വഴങ്ങൽ കുറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ബയൺ മ്യൂണിക്ക് അങ്ങനെയല്ല. ബയൺ മ്യൂണിക്ക് അവസാന മത്സരത്തിൽ നമ്മുടെ റയൽ മാഡ്രിഡായിട്ട് എത്ര ഗോൾ വഴങ്ങിയിട്ടുണ്ട്? PSG കാര്യം നോക്കുകയാണെങ്കിൽ ലിവർപൂളായിട്ട് 4-0 വിജയിച്ചിരിക്കുന്നത്. എവേ മത്സരത്തിൽ ഹോമിൽ 2-2 ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം നോക്കുമ്പോൾ ആകെ ഒരു മൈനസ് പോയിന്റ് എന്ന് പറയാനുള്ളത് ബയൺ മ്യൂണിക്കിന്റെ ഡിഫൻഡാണ്. ബയൺ മ്യൂണിക്ക് ഗോളുകൾ അടിച്ചു കൂട്ടുന്നുള്ള കാര്യത്തിൽ പക്ഷെ വഴങ്ങാനും അവർ അത്രമാത്രം. അപ്പോൾ അവരുടെ ലീഗ് മത്സരങ്ങൾ നോക്കിയപ്പോൾ 113 ഗോളുകൾ അടിച്ച് റെക്കോർഡ് ഇട്ടിരിക്കുക. ബയൺ മ്യൂണിക്കിന്റെ റെക്കോർഡ് തന്നെയാണ് അവർ തകർത്തിരിക്കുന്നത്. 17 കൊല്ലമായിട്ട് അവരിങ്ങനെ ബുണ്ടസ് ലീഗ് ബുണ്ടസ് ലീഗിന്റെ ചാമ്പ്യന്മാരെ കൊണ്ടിരിക്കുക. ഇതിൽ ഒരു സീസണിൽ മാത്രമാണ് സാവി അലോൺസന്റെ കീഴിൽ ലെവർകൂസൻ ആ ഒരു ബുണ്ടസ് ലീഗ് കിരീടം മുത്തപ്പെടാൻ കഴിഞ്ഞത്. ബാക്കി 17 സീസണാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ഡൊമിനേഷൻ അവസാനം 2021 ഇവർ ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുള്ളത്. ബയൺ മ്യൂണിക്ക് PSG കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഈ 2 ടീമിനും താരതമ്യം ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഡിഫൻസ് ആണ്. PSG ഒരു പിടി മുന്നിലാണ് അവരുടെ ഡിഫൻസ് നിൽക്കുന്ന കാര്യത്തിലാണ്. PSG നാളത്തെ മത്സരത്തിൽ മുൻകൂട്ടി പിന്നെ ഹോം ഗ്രൗണ്ട് എന്ന അഡ്വാൻറ്റേജും തരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ നാളത്തെ മത്സരത്തിൽ ആരായിരിക്കും, എത്ര ഗോളിനായിരിക്കും ജയിക്കുക എന്നുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്.
ഇവരുടെ കോച്ചുമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലൂയിസ് എൻട്രിക്ക് PSG വേണ്ടിയിട്ട് മിന്നും പ്രകടനം കഴിഞ്ഞ സീസണിൽ ആകെ ക്ലബ് വേൾഡ് കപ്പിൽ ചെൽസിക്കെതിരെയാണ് അവർ പരാജയപ്പെട്ടത്. ബാക്കി എല്ലാ കിരീടങ്ങളും തൂക്കിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ട്രിപ്പിൾ നേടുക. അത് ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് 2015-16 സീസണിൽ മെസ്സിയും സുവാരസും നെയ്മറും കളിക്കുന്ന സമയത്ത് ലൂയിസ് എൻട്രിക്ക് അവിടെ ഒരു ട്രിപ്പിൾ അടിച്ചിട്ടുണ്ടായത്. അതിനുശേഷം PSG വേണ്ടി PSG കിട്ടാക്കാനായിരുന്ന ചാമ്പ്യൻസ് ലീഗ് എംബാപ്പയൊക്കെ ക്ലബ്ബ് വിട്ടുപോയപ്പോൾ ലൂയിസ് എൻട്രിക്ക് പറഞ്ഞ ഒറ്റ വാക്കുള്ളൂ, പോണവര് പോട്ടെ, എനിക്ക് താരങ്ങളെല്ലാം വേണ്ടത്, എനിക്ക് എന്താണ് പ്രതിഭകളെ ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടീമിന് ഡെംബലെ എന്ന് പറയുന്ന ചങ്ങായൊക്കെ ബാഴ്സലോണയിൽ എന്താ കളിച്ചെന്ന് ബാഴ്സ ആരാധകർക്കും ഫുട്ബോൾ പ്രേമികൾക്ക് അറിയാം. പക്ഷെ PSG വന്ന ആ ചങ്ങായി ഉണ്ടാക്കുന്ന കഴിഞ്ഞ വർഷം ബാലൻഡിയർ വിന്നറാണ്. അപ്പൊ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെയാണ്. PSG ഇപ്പോഴും ആ ഒരു ഫ്രണ്ടില് കവറാസ്കേലിയും ഡെംബലയും അതേപോലെ തന്നെ ഡിസൽഡുവെ, എൻ്റെ പോലെ ഒരു രക്ഷയില്ലാത്ത ആ ഒരു അറ്റാക്കിംഗ് ട്രയാണ്. അവരുടെ ആയിക്കോട്ടെ സബ്സ്റ്റിറ്റ്യൂട്ടും അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അത് തന്നെയാണ് PSG ഏറ്റവും കൂടുതൽ. അവിടെ ഓസിലും മുസിയാലയും അതേപോലെ തന്നെ ഹാരിക്കെയിനൊക്കെ പരുക്ക് മാറിയിട്ട് വന്നിട്ടുണ്ട്. അവസാന മത്സരത്തിൽ മുസിയാല കുറച്ച് ടൈം കളിച്ചിട്ടുണ്ട്, പക്ഷെ ആ കുറഞ്ഞ ടൈമിൽ ആ ഇമ്പാക്ട് ഉണ്ടാക്കുക, ഗോളിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതൊക്കെയാണ് ആ ചങ്ങായി ബാൻ മുണിക്കിന് വേണ്ടിയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോച്ചുമായിട്ട് കാണുന്ന നോക്കുകയാണെങ്കിൽ ലൂയിസ് എൻട്രിക്ക് PSG വേണ്ടിയിട്ട് ഒരു ട്രിപ്പിൾ നേടി, ബാഴ്സലോണയ്ക്ക് വേണ്ടി ട്രിപ്പിൾ നേടി. അപ്പോൾ അടുത്ത ഒരു ട്രിപ്പിൾ അടിക്കാൻ ചാൻസ് കുറവാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് കപ്പിൽ നിന്ന് അവർ പുറത്തായിട്ടുണ്ട്. അതേപോലെ തന്നെ ലീഗിൽ അവരിപ്പോൾ ടോപ്പിലാണ് നിൽക്കുന്നത്. ബാൻ മ്യൂണിക്കും ഓൾറെഡി ലീഗ് അടിച്ചിട്ടുണ്ട്, 3 മത്സരങ്ങൾ 4 മത്സരങ്ങൾ ബാക്കി നിൽക്കുക. അപ്പോൾ ലൂയിസ് എൻട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണും കൂടിയിട്ട് PSG വേണ്ടി ചാമ്പ്യൻസ് ലീഗ് തൂക്കാന്ന് പറഞ്ഞാൽ അറബി പൊന്നോണ്ട് മൂടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്താ പറഞ്ഞാൽ അവരുടെ കുറെ കാലമായിട്ട് അവർ മെസ്സിനെ കൊണ്ടുവന്ന്, നെയ്മറിനെ കൊണ്ടുവന്ന്, എംബാപ്പനെ കൊണ്ടുവന്ന്, ഇതൊന്നും സാധിക്കാത്തത് ഈ ഡെംബലയും കവറാസ്കേലിയും അതേപോലെ തന്നെ എന്താ പറയാ ബാർക്കോളിയും വെറ്റിനിയും ഇങ്ങനെയുള്ള അത്ര ഇപ്പോൾ ഇമ്പാക്ട് ഇല്ലാത്ത പ്ലെയേഴ്സ് അല്ല. ഹക്കീമിയും അതേപോലെ തന്നെ മെൻഡീസും ഒക്കെ നോക്കി നല്ല പ്ലെയേഴ്സാണ്. പക്ഷെ എന്നാലും ലോക പ്രശസ്തി എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങനെ ഉള്ള പ്ലെയേഴ്സ് ഒന്നും ഇല്ലാതെ ഒരു നോർമൽ ടീമിനെ വെച്ചിട്ട് അവർ ചാമ്പ്യൻസ് ലീഗ് 2 സീസൺ തുടർച്ചയായിട്ട് അടിക്കുകയാണെങ്കിൽ ആ സ്കോഡ് ഡെപ്തും അതേപോലെ ആ കോച്ചിനും കൊടുക്കണം. ആ സ്കോഡ് ഡെപ്തും അത് അത്യാവശ്യം നല്ല സ്കോഡ് ഡെപ്താണ്. അവർക്കൊരു റിസർവ് സ്കോഡ് തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. പക്ഷെ കമ്പനിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുന്ന ഒരു കരിയർ എന്താന്ന് പറഞ്ഞാൽ കോച്ചിങ് ആയിട്ടുള്ള കരിയർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുന്ന ബാൻ മണിക്ക് പറഞ്ഞാൽ വലിയൊരു ക്ലബിനെയാണ്. ആ ക്ലബിനെ പരിശീലിപ്പിച്ച് അവർ ലീഗും കപ്പും അതേപോലെ തന്നെ ബുണ്ടസ് ലീഗ് ഒക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് ആളുടെ കരിയറിലും ഒരു നിർണായകമാണ്. അപ്പോൾ നാളത്തെ മത്സരം ഇന്ന് രാത്രി 12:30 ആയതുകൊണ്ടാണ് നാളെ ഇടയ്ക്ക് വരുന്നത്. അപ്പോൾ ഈ മത്സരത്തിൽ ജയിക്കുന്നവരായിരിക്കും എൻ്റെ ഒരു ഒപ്പീനിയനിൽ കപ്പടിക്കുക. എന്താ പറഞ്ഞാൽ ആ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ആഴ്സണലാണ്, അതിന്റെ ഓപ്പോസിറ്റായി കളിക്കുന്ന അറ്റന്റിക് മഡ്രിഡാണ്. 2 ടീമുകാരും ചാമ്പ്യൻസ് ലീഗ് സ്വപ്നം കണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായിട്ടുള്ള കാര്യമാണ്. എന്താ പറഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും ഈ അവസാന ഫൈനലിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ സീസണിൽ PSG ആയിട്ടായിരുന്നു അവര് ആഴ്സണലിൽ മടങ്ങിയത്. പക്ഷെ അറ്റന്റിക് മഡ്രിഡ് മുന്നേ മടങ്ങിയത്. പക്ഷെ അറ്റ്ലന്റിക് മഡ്രിഡ് ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ ഗംഭീര പെർഫോമൻസ് ആണ്. അവര് ലാലിഗിലൊക്കെ ഭയങ്കരമായിട്ട് 7 മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയി തോറ്റുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ടീമാണ് ചാമ്പ്യൻസ് ലീഗ് സെമിയിലെത്തി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷെ സിമിയോണി ഇപ്പോൾ അവസാനം നടന്ന അറ്റന്റിക്കോ ബിൽബാോ ആയിട്ടുള്ള മത്സരത്തിൽ കുറേ എല്ലാ പ്ലെയേഴ്സിനും റെസ്റ്റ് കൊടുത്തിട്ടാണ് അവർ 3-2 അറ്റന്റിക്കോ ബിൽബാോ ആയിട്ട് ജയിച്ചത്. അവർക്ക് മെയിനായിട്ട് ബാഴ്സലോണയെ പുറത്താക്കണം. ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ കോപ്പ ഡെൽ റേയിൽ ബാഴ്സലോണയെ പുറത്താക്കി ഫൈനലിൽ റയൽ സൊസൈറ്റിന് കപ്പ് കൊടുത്തിട്ട് വന്നു. ഇവിടെ എന്തായാലും 2 ടീമും നോക്കിക്കഴിഞ്ഞാൽ ആഴ്സണൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒരു ഭാഗ്യമില്ലാത്തൊരു ടീമാണെങ്കിൽ ലാ ലീഗിൽ നോക്കുകയാണെങ്കിൽ അതേ രൂപത്തിൽ പോകുന്ന ഒരു ടീമാണ് അറ്റന്റിക്കോ മഡ്രിഡ്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സൈനിങ്ങുകളും പൈസയൊക്കെ മുടക്കിയത് അറ്റന്റിക്കോ മഡ്രിഡാണ്. പക്ഷേ അവർക്ക് ഈ സീസണിൽ ഇതുവരെ ഒരു കപ്പ് നേടാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ആകെ ഉള്ളൊരു കച്ചിത്തുരുമ്പെന്ന് പറഞ്ഞാൽ ഈ ചാമ്പ്യൻസ് ലീഗാണ്. അത് ആഴ്സണൽ ആദ്യം മറികടക്കണം. അത് മറികടന്നു PSG ആണോ ബയേൺ ആണോ എന്നുള്ള കാര്യം കൂടി ആയിരിക്കണം. അതിന് മുന്നിൽ എനിക്ക് തോന്നുന്നില്ല അത്രമാത്രം മുന്നോട്ടുള്ള പോക്ക്. പിന്നെ ഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ ഒരൊറ്റ കളിയാണ്, 90 മിനിറ്റാണ്, അതിലെന്ത് സംഭവിക്കാം. ഗോൾ അടിച്ചു കൂട്ടേണ്ട കാര്യത്തിൽ 2 ടീമുകളും കറക്റ്റാണ്. എന്താ പറഞ്ഞാൽ ബാൻ മ്യൂണിക്ക് 38 ഗോളുകൾ അടിച്ചു കൂട്ടുണ്ട്, അത് 3 പെനാൽറ്റിയിൽ നിന്ന്. PSG 38 ഗോൾ അടിച്ചിട്ടുണ്ട്, അത് ഒരൊറ്റ പെനാൽറ്റിയിൽ നിന്ന്. അതേപോലെ നോക്കുകയാണെങ്കിൽ വഴങ്ങിയത് ബാൻ മ്യൂണിക്ക് 14 ആണെങ്കിൽ PSG 17 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. അതേപോലെ ഏറ്റവും കുറവ് ഗോളുകൾ വഴങ്ങിയിട്ടുള്ളത് പറഞ്ഞാൽ 5 ഗോൾ ഇങ്ങനെ വഴങ്ങിയിട്ടുള്ള ആഴ്സണൽ. ചാമ്പ്യൻസ് ലീഗിൽ അവർ വിന്നും ഫോമിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവസാനമായപ്പോൾ ഒന്ന് കാലടറിയോ എന്നുള്ള എന്താ പറഞ്ഞാൽ അവസാനമായിട്ട് ബോർഡർ ലിമിറ്റ് ആയിട്ടുള്ള കളി, അതേപോലെ സ്പോർട്ടിംഗ് സിപി ആയിട്ടുള്ള കളി. സ്പോർട്ടിംഗ് സിപി ആയിട്ടുള്ള കളി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഗോളിലാണ് ഹോം എവേയും കഴിച്ചിലായത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും ഭയങ്കര കടുത്ത പോരാട്ടമാണ് സിറ്റി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് സമയം ട്രോഫി കയ്യിൽ നിന്ന് വീണ് പോകാന്നുള്ള കർബാവോ കപ്പിൽ പുറത്തായി, FA കപ്പിൽ പുറത്തായി. അപ്പൊ ഇനിയുള്ളത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗാണ്. അതെങ്കിലും അവർക്ക് നേടണമെന്നുള്ളതിലാണ് ആഴ്സണൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ്
ഗ്രൂപ്പ് സ്റ്റേജിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയ സമയത്ത് ബയൺ മ്യൂണിക്ക് 2-1 PSG പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നത്തെ വർഷം 2025 ക്ലബ് വേൾഡ് കപ്പിൽ 2-0 ബയൺ മ്യൂണിക്കിന് PSG പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഈ മത്സരത്തിന്റെ റിസൾട്ട്? ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത്? നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളെ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.